ഹായ് എവരിവൺ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണെന്ന് അറിയോ, ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം അത് പറയുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. 90 കിഡ്സ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്ക് നൊസ്റ്റാൾജിയാണ് അല്ലേ. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയി നോക്കിയാലും ഒരു കമൻറ്റെങ്കിലും 90 കിഡ്സ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. പല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പിക്ചറിൻ്റെ അടിയിലും അതുപോലെ വീഡിയോയുടെ അടിയിലും 90 കിഡ്സിന് ഇത് വല്ലാതെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കമൻ്റ് ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ കുറേ ആലോചിക്കുമല്ലോ. അപ്പം ഞാനും എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് 90 കിഡ്സ് എന്ന ഒരു കാലഘട്ടം തന്നെയാണ് എൻ്റെ. കാരണം ഞാൻ ജനിച്ചതും 90s, ആ ഒരു 90 കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞില്ല. ആൺകുട്ടികളുടെ സാലറിയും പെൺകുട്ടികളുടെ ഏജും നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നല്ലേ. അപ്പം ഞാൻ 90 95 ഈ ഒരു ഇയറിൻ്റെ ഇടയിലാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ഞാൻ ജനിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ജനിച്ചതും ആ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ കുറച്ച് മെമ്മറീസും ഉണ്ട്, നല്ല നല്ല കുറേ നമ്മൾ 90s. അപ്പം ഞാനൊരു 90 കിഡാണെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ നമ്മൾ പിന്നെ കുറേ പേരുടെ കമൻറ്റ് കാണാം. പക്ഷെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഡൗട്ട് അടിക്കും. കാരണം 1997 1998 1999 വരെ ജനിച്ചവർ പറഞ്ഞത് ഞാൻ 90 കിഡാണെന്നാണ്. അപ്പോൾ അതെങ്ങനെ ശരിയാവും? അപ്പോൾ ഞാൻ കുറേ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും അതിൽ പറഞ്ഞത് 1985 to 1995 അങ്ങനെ ആ ഒരു ഇയർ, ആ ഒരു കാലഘട്ടത്തിൽ വരുന്നവരാണ് 90 കിഡ്സ് എന്ന്. അതായത് ആ ഒരു 90സിൽ ജനിച്ചവരല്ല. അതായത് 90സിലെ ആ മെമ്മറി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര വയസ്സാവും? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മൾ 1990 ഒരു 7 ആകുമ്പോൾ ജനിച്ചു. അപ്പോൾ നമുക്ക് 1999 ആകുമ്പോൾ തന്നെ എത്ര വയസ്സാവും? ഈ 2-3 വയസ്സിലെ മെമ്മറി നമുക്ക് നിൽക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ ഒരു മെമ്മറി പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 5-6 വയസ്സിന് ശേഷം, ആ ഒരു ബാല്യകാലം അല്ലേ, ആ ഒരു 6-7 വയസ്സാകുമ്പോൾ അത് തൊട്ടിട്ട് ഒരു 10-15 വയസ്സ് വരെ ആ ഒരു കാലഘട്ടത്തിലല്ലേ ശരിക്കും നമ്മുടെ നല്ല നല്ല ഓർമ്മകൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും 90 കിഡ്സ് താനാണ്. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതിന് 1990 to 1995. ശരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് പറയില്ല, വേറെ കാര്യം. 1990 to 1995 ആ ഒരു ഇയറിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ എന്നെക്കാളും, അതായത് നമ്മളെക്കാൾ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച നമ്മളെക്കാളും ശരിക്കും 90സിൻ്റെ മെമ്മറീസ് വരുന്നത് ഏതാ? ശരിക്കും ആലോചിച്ച് നോക്കൂ. ഒരു 80സിൽ ജനിച്ചവർക്ക്, അതായത് ഒരു 81 അല്ലെങ്കിൽ 82 83, ആ ഒരു 83 to ഒരു 1995 ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചവർക്കാണ് 90സിൻ്റെ കൂടുതൽ മെമ്മറീസ് ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ 95-ന് ശേഷം ജനിച്ചവർക്ക് മെമ്മറീസ് ഇല്ല എന്നല്ല പറഞ്ഞത്. നല്ല നല്ല മെമ്മറീസ് അവർക്കും ഉണ്ടാവും. കാരണം 2000 ആദ്യഘട്ടത്തിലൊക്കെ നല്ല നല്ല മെമ്മറീസ് ഉണ്ടാവും. നമ്മളും ആ ഒരു കാലഘട്ടത്തിലേക്കൂടെ വളർന്നു വന്നതാണ്. നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടമൊക്കെ 2000 കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു. നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. ഇപ്പോഴാണ് ഇൻ്റർനെറ്റ് യുഗം വന്ന് മൊബൈലും ടിവിയും കമ്പ്യൂട്ടർ എല്ലാം അതിൻ്റെ അഡിക്ഷനായി മാറിയത്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ആ ഒരു 90സിൻ്റെ ഓർമ്മ, അതായത് 90 കിഡ്സ് എന്ന് ശരിക്കും അവകാശപ്പെടാൻ പറ്റുന്ന ആ ഒരു ആൾക്കാർ എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഉൾപ്പെടുന്ന 90സിൽ ജനിച്ചവരെക്കാളും കൂടുതൽ അവകാശം 80സിൽ ജനിച്ചവർക്കാണ്. അതായത് ഒരു 80 to 83 ആ ഒരു കാലഘട്ടം, അതായത് അവരുടെ കുട്ടിക്കാലം വരുന്ന ഏത് സമയത്താണ്? 90സിൽ. ശരിക്കും അവർക്കാണ് നമ്മളെക്കാളും കൂടുതൽ 90 കിഡ് എന്ന് പറഞ്ഞ് കൂടുതൽ അവകാശപ്പെടാൻ ഒരു അവകാശം കൂടുതൽ അവർക്കാണെന്നാണ് എൻ്റെ മാത്രമാണ്. ആരും ഇത് പറഞ്ഞ തെറി വിളിക്കാൻ വരരുതേ. ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു കാലഘട്ടത്തിന് മറികടന്നാണ് ഞാൻ അവരുടെ സൈഡ് കൂടുന്നത്. അപ്പോൾ ആ ഒരു അവകാശം അവർക്കാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ പലതരം അഭിപ്രായം ഉണ്ടാവില്ല. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും 90 കിഡ്സിന് അവകാശപ്പെടാൻ ആർക്കാണ് അവകാശം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.